This is the promise of love. There shall be seasons. This call is now being recorded. Sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. ലാസ്റ്റ് ക്ലാസ് നോക്കിയത് എന്തായിരുന്നു? ഹലോ മാം, പറഞ്ഞോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാവരും ക്ലിയർ അല്ലേ? വോയിസ് ഒക്കെ യെസ് മാം. ക്ലിയർ ആണ് മാം. എന്താണ്? ക്ലിയർ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡിന്റെ ചാപ്റ്റർ ആണ് നോക്കിയത്. ഞാനിപ്പോ വീട്ടിലല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിക്കാൻ പറ്റില്ല. മോടെ സ്കൂളിലെ മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുവാണ്. നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ആണ് ലാസ്റ്റ് എടുത്ത് നിർത്തിയത്. എനിക്കറിയാം നമ്മ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോകാം. സാധാരണ ഒരു സംഭവമാണ് ആക്സിഡൻസ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വിഷമമായിട്ട് വന്ന ആക്സിഡൻസ് എപ്പോ വേണമെങ്കിലും സ്കൂളിലാവട്ടെ വീടുകളിലാവട്ടെ എപ്പോ വേണമെങ്കിലും സംഭവിക്കും. അപ്പൊ ആ സംഭവിക്കുന്ന ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പറയുന്ന പേരായിരുന്നു എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻജേർഡ് പേഴ്സണ് ആ സമയത്ത് ആ ഒരു പ്ലേസിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയണമെന്ന് പറഞ്ഞു? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റില് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് വരെയും ഡിസ്കസ് ചെയ്തു. ഇനിയാണ് വെൻ ഈസ് ഫസ്റ്റ് എയ്ഡ് നെസസറി ആൻഡ് ഹൗ. എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേട്ടാ. എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് പുതിയ വേർഡ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം അറിയാത്തതാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. മലയാളത്തിൽ തന്നെ എഴുതി വെക്കാൻ നോക്കാം. ഞാൻ മലയാളത്തിൽ തന്നെ പറയൂ കേട്ടോ. ഓക്കെ, ആദ്യത്തേതാണ് പറയുന്നത് ഫെയിന്റിങ്. എന്താണ് ഫെയിന്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയമാണ്. എന്ന് വെച്ചാല് ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നമുക്ക് ഒരു അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടി തളർന്ന് വീഴാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെയിന്റിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട്, തലകറക്കം, ബോധക്ഷയം. ഓക്കെ, നമ്മുടെ ഹാർട്ട് എന്താണ് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് എത്തിച്ചില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു പേഴ്സൺ എന്താവുന്നത്? തലകറക്കം സംഭവിക്കുന്നത്. ഇത് ചില സമയത്ത് തലകറങ്ങുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. ബോധം വിഷയം വന്നു കഴിഞ്ഞാല് ബോധം 1 മിനിറ്റോ 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും. പക്ഷെ ഇങ്ങനെ ബോധക്ഷയം സംഭവിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വല്ല എന്താ പറയാ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തലയൊക്കെ ഇടിച്ച് ബ്ലീഡ് ആവാനും എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫെയിന്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബോധക്ഷയമാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് എനഫ് ബ്ലഡ്, ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യാണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബോധക്ഷയം സംഭവിക്കുന്നത്. ബോധക്ഷയം ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ബോധം റിക്കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് ബോധത്തിലേക്ക് വരാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ തലകറങ്ങി വീഴാണെങ്കിൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്ക് എന്താണ് ഫെയിന്റിംഗ് എന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണേട്ടാ. നോക്കാം. ഫെയിന്റിംഗ്. When the brain does not get enough blood and heart does not function. നമ്മളുടെ ബ്രെയിനിലേക്ക് എനഫ് ആയിട്ടുള്ള ബ്ലഡ് എത്തണില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് എന്താണ് ഫങ്ഷൻ ചെയ്യണില്ല, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണില്ല. ഫങ്ഷൻ പ്രോപ്പർലി പേഴ്സൺ മേ ഫെയിന്റ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു പേഴ്സൺ എന്ത് ചെയ്യണത്? ഫെയിന്റ് ആവേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം സംഭവിക്കണത്. അപ്പോ
the face will become peeling. നമ്മൾ പറയാറില്ലേ ബോധക്ഷയമൊക്കെ സംഭവിച്ചു നമുക്ക് പരിചയത്തിൽ ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ എന്തായിട്ടുണ്ടാവും ബോധം കെട്ട് വീണിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ടാവും അവരുടെ മുഖമൊക്കെ എങ്ങനെയാണ് വെള്ളരി വെളുക്കും. അതേപോലെ തന്നെ അവരുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും, ശ്വസിക്കുന്നതിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. എന്താണ് നമ്മുടെ മുഖം വെള്ളരി വെളുക്കും. അതേപോലെ ചില സമയത്ത് ആൾക്കാർ പറയുമ്പോൾ ഈ ഒരു കണ്ണിലേക്ക് ഇരുട്ട് കയറി, കണ്ണിൽ കാഴ്ച മങ്ങി എന്നൊക്കെ പറയാറുണ്ട്. ഈ ബോധക്ഷയം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ കാഴ്ചകൾ മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കണ്ണിലേക്ക് ഇരുട്ട് വരുന്നു. അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ബോധക്ഷയം സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം എങ്ങനെയാണ് വെള്ളറി വെളുക്കും, ഭയങ്കരമായിട്ട് വെള്ളറി വെളുക്കും. അതേപോലെ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കണൊക്കെ പോലെ തോന്നും. ഈ ഫെയിന്റ് ചെയ്യുന്ന സമയത്ത് തോന്നുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നും, നമ്മുടെ കാഴ്ച മങ്ങണയായിട്ട് തോന്നും, നമ്മുടെ മുഖം വെള്ളറി വെളുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും. ഇങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് ഒരു വ്യക്തി എന്ത് ചെയ്യണത്? ഫെയിന്റ് ചെയ്യണത്, ബോധക്ഷയം സംഭവിക്കുന്നത്. ഈ ബോധക്ഷയം എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ്, ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ട് സപ്ലൈ ചെയ്യാണ്ടാവില്ലേ? ആ സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബോധക്ഷയം സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ അസംബ്ലിയിലൊക്കെ നിൽക്കാന്ന് വിചാരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കും, നമ്മള് കുട്ടികളെല്ലാവരും അസംബ്ലിയിൽ നിർത്തിക്കണം. അപ്പൊ വെയിലുള്ള സമയമാണെന്ന് വിചാരിക്കുക, മോർണിംഗ് ആ ടൈമിൽ. അപ്പൊ ഒരു കുട്ടി ബോധക്ഷയം സംഭവിച്ചു. അപ്പോഴേക്കും എല്ലാവരും കൂടി എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ചുറ്റിനും കൂട്ടം കൂടി നിൽക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ ഒരു കുട്ടീനെ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യണം? അവിടുന്ന് മാറ്റിയിട്ട് ആ കുട്ടിക്ക് ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം മുഖത്ത് എന്ത് ചെയ്ത് കൊടുക്കുക? സ്പ്രിങ് ചെയ്ത് കൊടുക്കുക, തെളിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടീനെ എന്ത് ചെയ്യണം? പാദങ്ങൾ തലയേക്കാളും ഉയർത്തി കിടത്തണം. നമ്മൾ കിടത്തുമ്പോ പാദങ്ങൾ ഉയർത്തി വെക്കാനായിട്ട് നോക്കണം. അതേപോലെ തന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, യൂണിഫോം ഒക്കെ ആയിരിക്കുമല്ലോ. ഞാൻ ഈ പറയണത് സൗണ്ടിന് വല്ല പ്രശ്നമുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഭയങ്കര ടൈറ്റ് ആയിട്ട് യൂണിഫോം ഒക്കെ ഇട്ടായിപ്പോലെ പിള്ളേർ ഇരിക്കണത്. അപ്പൊ അവരുടെ യൂണിഫോം ഒക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് അത്യാവശ്യം ബ്രീത്ത് ചെയ്യണ്ടോ എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഫെയിന്റ് ചെയ്യുന്ന സംഭവം പറഞ്ഞാൽ ബോധക്ഷയം സംഭവിക്കുന്ന കാര്യം പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും പെട്ടെന്ന് ബോധം കെട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ക്ലാസ്സിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയാം. കോർണേഴ്സിലേക്ക് മാറി നിൽക്കുക. എന്നിട്ട് ആ കുട്ടീനെ മാത്രം ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ട് കിടക്കുക. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം എന്ത് ചെയ്ത് കൊടുക്കുക? സ്പ്രിങ് ചെയ്ത് കൊടുക്കുക, തെളിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ കുട്ടീനെ പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടക്കണം. കിടത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പാദങ്ങൾ എങ്ങനെയാണ് തലയേക്കാൾ ഉയർത്തി വേണം കിടത്താനായിട്ട്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്നും കൂടി എന്താണ്, ഡ്രസ്സൊക്കെ കുറച്ചും കൂടി ലൂസ് ഒക്കെ ആക്കുക. കാരണം യൂണിഫോം ഒക്കെ ആകുമ്പോൾ ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഒന്ന് ബട്ടൺസ് ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ശ്വസിക്കാൻ ഉണ്ടാവും നോക്കുക. കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ചൊരു റെസ്റ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരാൾ പെട്ടെന്ന് ബോധം കേട്ടു, ഞാൻ പറഞ്ഞ ഒരു മിനിറ്റിനൊക്കെ ഇരിക്കുള്ള ബോധം കയറുന്നത്. അത് കഴിഞ്ഞ് അയാൾ പെട്ടെന്ന് എഴുന്നേക്കാന്ന് വിചാരിക്കും. വീണ്ടും അയാൾക്ക് ബോധക്ഷയം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ പറയാൻ നിൽക്കുക, കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് നോക്കാം ഇനി ബോധം കയറണുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആ ഒരു കുട്ടീനെ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്കോ വിടാനായിട്ട്. അപ്പൊ ഫെയിന്റിങ്ങിനെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ മെസ്സേജ് കാണുന്നുണ്ട്. അപ്പൊ ഈ ഫെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ബോധക്ഷയം സംഭവിച്ചു, നമ്മ ഇതേപോലെ അവരെ വിളിച്ചിട്ടൊന്നും ഉണർന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മ എന്തിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും? ചിലപ്പോ ബോധക്ഷയം സംഭവിച്ച് നെഞ്ചുവേദനയൊക്കെ വന്നിട്ട് ഇതേപോലെ എന്ത് സംഭവിക്കാറുണ്ട്? ബോധം കെട്ട് വീഴാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ CPR കൊടുക്കാനായിട്ട് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? CPR കൊടുക്കാൻ മാക്സിമം ചെയ്യണം. കാരണം നമ്മളിപ്പോ ഈ CPR കൊടുത്തില്ലെങ്കിൽ അവരുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാണ്ട് എന്താണ് അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫെയിന്റ് ചെയ്യുമ്പോൾ ബോധക്ഷയം സംഭവിക്കുമ്പോ എന്താണ് ബ്ലഡ് പമ്പ് ചെയ്യാണ്ട് അവർക്ക് എന്താ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ CPR. ഇവിടെ നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫെയിന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി അല്ലേ? ഓക്കെ. ആരെങ്കിലും ഒരാള് ഫെയിന്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. എന്താണ് ഫെയിന്റിങ്? ഞാൻ പറയട്ടെ. പറഞ്ഞോ.
ഫെയിന്റിംഗ് എന്ന് പറഞ്ഞാല് ബോധക്ഷയാണ്. ഇത് ഹാർട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് സർക്കുലേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ബോധക്ഷയം. 2-3 മിനിറ്റിനുള്ളിലൊക്കെ ഇത് ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം വെള്ളറി വെളുക്കും, പിന്നെ കാഴ്ച മങ്ങിയ പോലെയായിട്ട് കണ്ണിലേക്ക് ഇരുട്ട് കയറൊക്കെ ചെയ്യും, ഇരുട്ട് കയറിയ പോലെ തോന്നും. പിന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇയാളെ ഒരു നല്ലൊരു പ്ലേസിലേക്ക് ഫ്രഷ് എയർ ഉള്ള സ്ഥലത്തേക്ക് കെടുത്തണം. അല്ലെ തണുത്ത വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കുക, കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക. പിന്നെ പാദങ്ങൾ ഉയർത്തി വെച്ച് കെടുത്താൻ ശ്രമിക്കുക. അവരുടെ ഡ്രസ്സുകളൊക്കെ ഇറുകിയതാണെങ്കിൽ അതിനൊന്ന് ലൂസാക്കിയൊക്കെ കൊടുത്ത് അവരെ റിലാക്സ് ചെയ്യാനായിട്ട് കൊടുക്കുക. മറ്റുള്ള എല്ലാവരും കൂട്ടം കൂടി നിൽക്കണമെന്നൊക്കെ അവരെ മാറ്റി കെടുത്തുക. പിന്നെ അവരെ ബോധം തെളിഞ്ഞാലും കുറച്ച് സമയം റിലാക്സ് ചെയ്തതിന് ശേഷം അടുത്ത കാര്യങ്ങൾക്ക് വിടുക. പെട്ടെന്ന് തന്നെ അവര് വർക്കുകളൊന്നും കൊടുത്ത് മാറ്റാതിരിക്കുക. അതുപോലെ അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ CPR കൊടുക്കുക. ഇങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. CPR കൊടുക്കേണ്ട നന്നായിട്ട് പറഞ്ഞു കേട്ടോ. CPR കൊടുക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് ഫ്രഷ് എയർ ഒക്കെ കൊടുത്തു എന്നിട്ടും അവർക്ക് ബോധത്തിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ സ്വബോധത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, CPR കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് CPR കൊടുത്തിട്ട് അവർക്ക് ബോധത്തിലേക്ക് വരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ നേരെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഫെയിന്റിംഗ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. വേറെ ആരെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാല വിനീത ടോപ്പിക് ഫസ്റ്റ് ഇയറിന്റെ ചാപ്റ്റർ ആണ്, യൂണിറ്റ് 5 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്ലീഡിങ് കേട്ടോ. നമുക്കൊക്കെ എപ്പോഴും സാധാരണ കുട്ടികളാണ് കളിക്കാനൊക്കെ പോകുമ്പോൾ എപ്പോ വേണമെങ്കിലും മുറിവുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ എന്താണ്, when there is some injury or cut in the capillary artery or vein, നമ്മുടെ ഞരമ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. there will be bleeding. അങ്ങനെ മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ബ്ലീഡിങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറയുന്നത്, ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലീഡിംഗ് സംഭവിക്കുകയാണെങ്കിൽ the injured part should be up above its original position. ഇവന്റെ കൈ ഇവിടെയാണ് മുറിഞ്ഞിരിക്കണമെങ്കിൽ ഒരിക്കലും അത് താഴ്ത്തിയിടരുത്. താഴ്ത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് മൊത്തം ഇതിൽ കൂടെ ഇവിടെ മുറിവിൽ കൂടെ എന്താണ് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും താഴ്ത്തിയിടരുത്. അതെന്ത് ചെയ്യണം, അപ്ലിഫ്റ്റ് ചെയ്യാം, മുകളിലേക്ക് ഉയർത്തി പിടിക്കാനായിട്ട് നോക്കാം. The skin should be readjust and wash with cold water. നമ്മൾ സ്കിന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. എന്നിട്ട് കോൾഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളത്തിൽ എന്തായാലും കഴുകുക. ഇനിയിപ്പോ ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ടിഞ്ചർ ഓർ അയഡിൻ ഷുഡ് ബി അപ്ലൈഡ് ആൻഡ് ബാൻഡേജ് ടൈറ്റ്ലി. ചെറിയ മുറിവൊക്കെയാണ്, കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലാണ് മുറിഞ്ഞിരിക്കുന്നത്, അപ്പൊ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും താഴ്ത്തിടാണ്ട് മേലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ ചെയ്യാം. മുറിവുകളിൽ അണുക്കൾ കയറാത്ത രീതിയിൽ അത് ബാൻഡേജ് ചെയ്യാം. ഇനി മുറിവ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും വെള്ളം നനച്ച് തുടച്ചിട്ടും അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്നും ബ്ലീഡിങ് നിൽക്കണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടറുടെ അടുത്തേക്ക് പോവാ, ഡോക്ടറോട് കാര്യം പറയാ. എന്നിട്ട് ബ്ലീഡിങ് നിൽക്കണില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റിച്ചറിനായിട്ട് വരും. അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് നമുക്ക് ഡോക്ടർ എന്താണോ പറയണത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. അത് മുറിവുകൾ സംഭവിക്കുന്നത്. ഇപ്പൊ കുട്ടികൾ തമ്മിൽ എന്താണ്, കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ കല്ല് കൊണ്ട് തല കൊട്ടാ, ഓടിക്കളിക്കുമ്പോ കൈ കൊട്ടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബ്ലീഡിങ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു കുട്ടിയായിട്ട് വരണമെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ, മുറിവ് നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ഒറിജിനൽ പൊസിഷനിൽ ലിഫ്റ്റ് ചെയ്ത് കുറച്ച് പൊക്കി വയ്ക്കാനായിട്ട് നോക്കാം. പിന്നെ അത് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കണം. കോൾഡ് വാട്ടർ വെച്ച് കഴുകി എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നേരെ ആ ബ്ലീഡിങ് ആയിട്ടുള്ള വ്യക്തിനെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, ബ്ലീഡിങ് ഒക്കെ ഉള്ള ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയതുകൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണേട്ടാ. ഓക്കെ, ഇനി ബ്ലീഡിങ് ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന്. നേരത്തെ പറഞ്ഞ ആള് വേണ്ട, വേറൊരാള് ആരും ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മുറിവുകൾ സംഭവിക്കുന്നതിനാണ് ബ്ലീഡിങ്. എന്താണ് ഒന്നിട്ട് പറഞ്ഞോട്ടാ. നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് മുറിവുകൾ സംഭവിച്ച് ബ്ലീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ കല്ലുകളൊക്കെ തലയിലോ എവിടെയെങ്കിലും തട്ടി ബ്ലീഡിങ് സംഭവിക്കുന്നു.
പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ കയ്യിൽ മുറിവ് സംഭവിച്ചാൽ അത് കൈ ഉയർത്തി പിടിക്കുക, അപ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് അത് പെട്ടെന്ന് കുറയും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതായത് ബ്ലഡിന്റെ ഫ്ലോ കുറയും മേളിലോട്ട് പിടിച്ച് വെക്കുമ്പോൾ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് ഈ ക്ലീൻ ചെയ്ത് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓവർ മുറിവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പൊ ആദ്യത്തെ രണ്ടും മനസ്സിലായല്ല, രണ്ട് സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലായി, രണ്ട് ആ സമയത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലായി, ബോധക്ഷയത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ബ്ലീഡിങ്ങിന്റെ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ഐറ്റമാണ് എന്ത്, സ്നേക്ക് ബ്രീതിങ്. ഈ കുട്ടികളാണ് എപ്പോ വേണമെങ്കിലും പറമ്പിലൊക്കെ ഓടിക്കളിക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം എന്താ പറയാ പേടിക്കേണ്ട ഒരു മൃഗമാണ്, അല്ലെങ്കിൽ ഒന്നാണ് സ്നേക്സ് എന്ന് പറയുന്നത്. ചിലത് എന്താ, എല്ലാ സ്നേക്സും പോയിസൺസ് ആണെന്ന് പറയണില്ല, വിഷമുള്ള പാമ്പുകളാണെന്ന് പറയണില്ല. പക്ഷെ ഭൂരിഭാഗം പാമ്പുകളും എന്താണ്, വിഷമുള്ളതാണ്. അപ്പൊ ഈ നമ്മളെ ഒരു കുട്ടി ഇപ്പൊ അല്ലെങ്കിൽ വേണ്ട ഒരു വ്യക്തിക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാ വ്യക്തികളും മാറി നിൽക്കണം. കാരണം പാമ്പ് കടി ഏറ്റെന്നും പറഞ്ഞ് നമ്മൾ ഷോക്കായിട്ട് മാറി നിൽക്കാനായിട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഈ പാമ്പ് കടി ഏറ്റ ആ ഒരു പെർട്ടിക്കുലർ അവർ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് അവേഴ്സിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ വ്യക്തിക്ക് ആദ്യം കൊടുക്കുന്ന അവേഴ്സിൽ ആദ്യത്തെ മണിക്കൂറുകൾ നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയണത്. ആ വ്യക്തി ജീവിതത്തിലേക്ക് വരണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ മണിക്കൂറുകളിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ആ മണിക്കൂറിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒക്കെയാണ് ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, സ്നേഹിക്കിന്റെ കാര്യമാണ്. സ്നേക് ബ്രീതിങ് എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പുകളല്ല, പക്ഷെ ഭൂരിഭാഗം പാമ്പുകളും വിഷമുള്ളതാണ്. അപ്പൊ അങ്ങനെ പാമ്പ് എങ്ങാനും കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീച്ചറാണ്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ നമ്മുടെ പരിചയത്തിൽ ആർക്കാവട്ടെ ഇങ്ങനെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ മാറി നിൽക്കരുത്. പേടിച്ചല്ലോ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് ബഹളത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോളിലേക്ക് വരുത്തിയിട്ട് അവർക്ക് എന്താണോ ഫസ്റ്റ് എയ്ഡ് വേണ്ടത്, ആ സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യം നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് കാലുമൊക്കെയാണ് മുറിവ് പാമ്പ് കടിക്കണമെങ്കിൽ വിചാരിക്കും. അപ്പൊ കാലുമ ഞാൻ കയ്യാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ പാമ്പ് കടിച്ചെന്ന് വിചാരിക്കും. ഇതിന്റെ ഇവിടെ താഴത്തും മുകളിലായിട്ട് ടൈറ്റായിട്ട് നമ്മുടെ ഇഞ്ചുറി പാമ്പ് ബീറ്റ് ചെയ്ത ആ സ്ഥലത്തും എബോവും ബിലോവും എന്ത് ചെയ്യണം, ടൈറ്റ് ആയിട്ട് ബാൻഡേജ് എന്ത് ചെയ്യാം, ബാൻഡേജ് ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കെട്ടിവെക്കാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ബാൻഡേജ് കെട്ടിവെക്കാം. നമുക്ക് അറിഞ്ഞൂടാ പാമ്പ് എങ്ങനത്തെയാണ്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതെന്ന് അറിഞ്ഞൂടാ. വിഷമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കും. കുറച്ചും കൂടെ അറിവുള്ളവർക്ക് വിഷമുള്ള പാമ്പാണ്, പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ വിഷമുള്ള പാമ്പാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാ, ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള കുറച്ച് ബ്ലഡ് എന്ത് ചെയ്യാ, പുറത്തേക്ക് കളയാനായിട്ട് നൈഫ്, ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് അത് എന്ത് ചെയ്യാ, ഇത് ചെയ്തിട്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് നോക്കാം, പോയിസൺ ബ്ലഡ് പോവാനായിട്ട് നോക്കാം. ഇനി ഒരു കാരണവശാലും പേഷ്യന്റ് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് കൊടുത്തു തരും. സ്നേക് ബ്രീതിങ്ങിന്റെ കാര്യത്തിൽ ഫസ്റ്റ് എയ്ഡ് ഒന്നുമല്ല, ശരിക്കും പോകാം, ഹോസ്പിറ്റലിൽ പോകാം, അതിനനുസരിച്ചുള്ള ആന്റിവെനം സ്വീകരിക്കുക എന്നുള്ളതാണ് പാമ്പ് കടിയേറ്റ ആളുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പേഷ്യന്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ പേഷ്യന്റിനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തണം. ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആക്സിഡന്റ് ഗോൾഡൻ അവേഴ്സ് ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ ആ വ്യക്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണ സമയം. ആ സമയത്ത് ഒരിക്കലും പേഷ്യന്റിന് എന്ത് ചെയ്യാൻ നോക്കരുത്, ഉറങ്ങാൻ സമ്മതിക്കരുത്. പാമ്പ് കടിയേറ്റ ആളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഉറങ്ങാനായിട്ട് സമ്മതിക്കരുത്. നമുക്ക് വെള്ളം കൊടുക്കാൻ പാടില്ലല്ലോ. എന്താണ്, വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഇതില് അദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷേ പാമ്പുകടി ഏറ്റ ഞാൻ നമ്മൾ അപ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അയാളെ പാനിക് ആക്കാതെ ഇരിക്കാനായിട്ട് നോക്കാം. ഇനിയിപ്പോ പാമ്പുകടി ഏറ്റ ആളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ സമ്മതിക്കരുതെന്ന് ഓർക്കുക. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കോൺഷ്യസിലേക്ക് പറ്റും, ശരിക്കും എന്താണ് ബോധം മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, നമ്മ അദ്ദേഹത്തിന് ബോധത്തിലേക്ക് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി എപ്പോഴും മുഖത്തടിച്ചുകൊണ്ടിരിക്കാം.
മുഖത്ത് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ബോധം മറഞ്ഞു പോകില്ല. കണ്ണൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോണ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മുഖത്ത് ഇങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ക്ലാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ്, അധികം ബോധം മറഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ആ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക, ആന്റിബയോട്ടിക് സ്വീകരിക്കാം. ഈ ടൈമിൽ വെള്ളമൊന്നും കൊടുക്കണ്ട, പേഷ്യന്റിനെ കൊണ്ട് നേരെ പോയാൽ മതിയിട്ട്, വേറെ ഒന്നും നോക്കണ്ട. ടൈറ്റ് ആയിട്ട് ബാൻഡേജ് കറക്റ്റ് ആയിട്ട് കെട്ട. പിന്നെ വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഷാർപ്പ് നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബ്ലഡ്, നമ്മുടെ പോയിസണിലുള്ള ബ്ലഡ് കളയാൻ നോക്കുക. നല്ല അറിവുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിന് വിഷമില്ലാന്ന് വിചാരിക്കുക, വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് എങ്കിലും ഈ ബ്ലഡ് കളയണത് വേസ്റ്റ് ആയി പോകും. അപ്പൊ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഉറങ്ങാത്ത രീതിയിൽ ഉറക്കാണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേഗം പോകേണ്ടത് ഏതോ ഹോസ്പിറ്റലാണെന്ന് നമുക്ക് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിൽ പാമ്പുകൾ കണ്ടിലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ട്രീറ്റ്മെന്റ് കിട്ടും എന്നൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ആണെങ്കിൽ പറവൂര് എറണാകുളത്താണ് ഇതുള്ളത്. അപ്പൊ എറണാകുളത്ത് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ആന്റിവെനത്തിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളത്, അല്ലെങ്കിൽ പാമ്പ് കടിയിട്ട ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ഹെൽത്തിന്ന് ഒരു എന്താ പറയാ, എന്താ ട്രീറ്റ്മെന്റിന്റെ പേര്? എന്താണ് ആ ട്രീറ്റ്മെന്റിന്റെ പേരെന്താ? ട്രീറ്റ്മെന്റ് പേരൊന്നുമില്ല. നമ്മൾ ആന്റിവെനം എന്ന് വെച്ചാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്, ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ് പറയാ, എന്താണ് ഇപ്പൊ സാധാരണ രീതിയിൽ പാമ്പ് കടിയേറ്റ പോലെ നായ കടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും, ഇഞ്ചക്ഷൻ എടുക്കാറില്ല. അതേപോലത്തെ ഒരു ഇഞ്ചക്ഷൻ ആണ് ഇതും. ഓക്കെ, ആന്റിവെനം എന്ന് ഉദ്ദേശിച്ചാണോ? മിസ് അത് തന്നെ ആണോ? ആന്റിവെനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിന്റെ പോയിസൺ അല്ലാത്ത പോയിസൺ ഒക്കെ മാറ്റിയിട്ട് എന്താണ് ഒരു എന്താ പറയാ, വാക്സിന്റെ രൂപത്തിലാക്കിയിട്ടുണ്ടാകും. അതിന്റെ വാക്സിൻ എടുക്കാൻ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആന്റിവെനം എന്നാ പറയണത്. വെനം തന്നെയാ കുത്തിവെക്കുന്നത്. വെച്ചാൽ വിഷത്തിന്റെ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ, ഇതിങ്ങളെ ഓപ്പോസിറ്റ് എന്താ പറയാ, ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ കടിച്ച പാമ്പിന്റെ തന്നെ ആന്റിവെനം നമുക്ക് കുത്തിവെക്കും, ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും, ഈ കുത്തിവെച്ച ആന്റിവെനത്തിൽ നിന്ന് ഈ വിഷമുള്ള ആന്റിവെനത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നശിപ്പിക്കാനായിട്ട് അവർക്ക് എന്തുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ അത് നശിച്ചു പോകുന്ന പറയുന്നത്. ആന്റിവെനം, വെനം. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. നമ്മ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഇപ്പൊ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലില് ഉണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്, സാധാരണ ഹോസ്പിറ്റലിലേക്കല്ല എത്തിക്കേണ്ടത്. ഇതിന് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് ജില്ലയിലാണെന്ന് നോക്കാം. നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കാം, നമ്മുടെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പാമ്പ് കടിയേറ്റ ആൾക്കാരാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ജനറൽ നോളജിന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എനിക്കറിയാം, ഞങ്ങളുടെ ഇവിടെ ഹെൽത്ത് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിടയ്ക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി, ഹെൽത്ത് ആഴ്ച ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട്. അതേപോലെ കുറച്ചുകൂടി ദൂരമുള്ളതാണ് എറണാകുളം മെഡിക്കൽ കോളേജ്, അവിടെ ഉണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അങ്ങനെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണേ. ജസ്റ്റ് 2 ഹോസ്പിറ്റലിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഹോസ്പിറ്റൽ തന്നെ എറണാകുളം ജില്ലയിലുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. കാരണം പഠിപ്പിക്കുന്ന സ്കൂളിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തോ ഏതാണോ ഹോസ്പിറ്റല് ഈ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റല്, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ ആളെയും കൊണ്ട് നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ള കാര്യം ഓരോ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കാരണം നമ്മൾ സ്കൂളിൽ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ വെനം സൂക്ഷിക്കണമെന്നില്ല. ഓക്കെ, വെനം സൂക്ഷിക്കണമെന്നില്ല. ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ആ പേഷ്യന്റിനെ കൊണ്ട് മാക്സിമം എത്രയോ പെട്ടെന്നാണ് എത്തിക്കാൻ പറ്റണം അത്രയും പെട്ടെന്ന് എത്തിക്കണം. അപ്പൊ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി പോണേക്കാളും നല്ലത് നേരിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയണമെങ്കിൽ അവിടേക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് എത്തിക്കാം. നമ്മൾ സ്നേക്ക് ബീറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്കത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്നേക്ക് ബീറ്റിംഗ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദി സ്നേക്സ് ആർ നോട്ട് പോയിസൺ. എല്ലാ സ്നേക്കും പോയിസണസ് ആണെന്ന് പറയാൻ പറ്റൂല. ഒരു വ്യത്യാസമുണ്ട്. പോയിസണസ് ആയിട്ടുള്ള സ്നേക്സും പോയിസണസ് ഇല്ലാത്ത സ്നേക്കും ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പല്ലിന്റെ അടയാളം വെച്ചിട്ട് നമുക്ക് പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണോ അല്ലാത്ത സ്നേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കാം, ബീറ്റ് ഓഫ് പോയിസണസ് സ്നേക്കും ബീറ്റ് ഓഫ് നോൺ പോയിസണസ് സ്നേക്കും നോക്കാം. അപ്പൊ ഇമേജ് വരും. പറ്റണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ആ ഒരു ഇമേജിലാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിഷമുള്ള പാമ്പാണ്, വിഷമില്ലാത്ത പാമ്പാണ്. ഇങ്ങനെ ബട്ട് ഈവൻ ദർ ബീറ്റ് ബ്രിങ് അബൌട്ട് ഡിസ്മിസ് ആൻഡ് അക്കൗണ്ട് ഓഫ് ഷോക്ക്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ബീറ്റ് ചെയ്തിരുന്ന പാമ്പ് ഓക്കെ എന്താ പറഞ്ഞ ഞാൻ ഇങ്ങനെ പാമ്പ് കടിയേറ്റെന്ന് പറയുമ്പോ തന്നെ ആള് എന്തായിട്ട് പോകും, പേടിച്ച് പെട്ടെന്ന് ഷോക്കിലൂടെ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സോ ഇറ്റ് ഇസ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ നമുക്ക് അങ്ങനെ ഫസ്റ്റ് എയ്ഡ് അപ്ലൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാമ്പ് കടിയേറ്റ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനില്ലേ അപ്പൊ ഇത് സിംബൈറ്റ് കാണിച്ചത് പോയിസണസ് ബീറ്റും അല്ലാത്തത് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇതിനെ കുറിച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ, ഇത് നോൺ വെനീനിയസ് സ്നേക്സ് ആണ്. പോയിസൺ ഇല്ലാത്ത പാമ്പുകളുടെ കടിയാണ് ഇത്. ഇത് പോയിസൺ ഉള്ള പാമ്പുകളുടെ കടിയാണ്. വേറെ ഇമേജ് ഇതാണ്. രണ്ട് കുത്തുകളുണ്ട്. ഈ രണ്ട് കുത്തുള്ളത് എന്താണ്, പോയിസൺ ഉള്ള പാമ്പുകൾ കടിച്ചാൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ കണ്ടത് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പോയിസൺ ഉള്ള പാമ്പ്, ഇത് നോൺ പോയിസണസ് ആയിട്ടുള്ള പാമ്പ് കടിക്കുന്നത്. ഓക്കെ ആണല്ല, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇമേജ് കാണാനൊക്കെ പറ്റില്ലേ? ജസ്റ്റ് കാണുന്നില്ലേ? ഈ ഇമേജ് കാണുന്നില്ലേ? ഓക്കെ, ആ ഇമേജില് ഇത് പോയിസണസ് ആയിട്ടുള്ള പാമ്പ് കേട്ടോ, ഇത് നോൺ പോയിസണസ് ആയിട്ടുള്ള പാമ്പ്. ഓക്കെ, കണ്ടല്ല? അപ്പൊ അത് ഏത് പീക്കാന്ന് നോക്കുക, പോയിസൺ ഉള്ള പാമ്പാണോ പോയിസൺ ഇല്ലാത്ത പാമ്പാണോ എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക. ആൾക്കാർ പേടിക്കും, പാമ്പ് കടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ പേടിച്ചു, അപ്പൊ തന്നെ ബോധം കെട്ട് പോയി ഇങ്ങനെ ബോധക്ഷയം സംഭവിച്ച് നമുക്ക് എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബോധക്ഷയം സംഭവിക്കുമ്പോ തല പോയി ഇടിച്ച് ബ്ലഡ് ഒക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പേടിച്ചിട്ട് ടെൻഷനാണല്ലോ നമുക്കായാലും ഭയങ്കര പെട്ടെന്ന് ഷോക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഷോക്ക് സംഭവിക്കാതിരിക്കാം. ഇത് ഏത് പാമ്പാണെന്ന് നോക്കണം. ഈ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളെ നോക്കണം. പാമ്പ് ഇപ്പൊ നമുക്കറിയാം എങ്ങനെ, ഇപ്പൊ ഒരാൾ പറഞ്ഞ് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം ഇത് പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണ്. അപ്പൊ തന്നെ എന്തെങ്കിലും നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കിക്കെട്ടാം, മുകളിലും താഴെ നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കിക്കാതെ പറ്റയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ബ്ലഡ് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ അപ്പൊ തന്നെ ആ പേഷ്യന്റിനെ കൊണ്ട് ഈ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ആ പോണ സമയത്ത് ഒന്നും അയാളെ ഉറങ്ങാനായിട്ട് സമ്മതിക്കരുത്. മൊത്തം എപ്പോഴും ചെയ്ത ക്ലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങൂല. ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാനായിട്ട്, ക്ലാപ്പ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഇനി പോയിസണസ് അല്ലാത്ത പാമ്പാണെങ്കിൽ മുകളിലും താഴെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ കവർ ചെയ്യുക. കാരണം ഈ പാമ്പുകളുടെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ ഈ ഏത് പാമ്പാണ് കടിച്ചതെന്ന് ഡോക്ടർ ചോദിക്കും. എന്നാലും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പോയിസൺ ആയിട്ടുള്ള പാമ്പാണ്, പോയിസൺ അല്ലാത്ത പാമ്പാണ്, ഏത് പാമ്പാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം ഇന്ന പാമ്പാണ് അല്ലെങ്കിൽ ഇന്ന പോയിസൺ ഉള്ള പാമ്പാണ് നമ്മളെ കടിച്ചതെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. നോക്കാട്ടെ, ഇത് മനസ്സിലായാലും പോയിസൺ ഉള്ള പാമ്പും പോയിസൺ ഇല്ലാത്ത പാമ്പും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്ന പാടിച്ചിരുന്ന ബ്ലഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ സോ ഇറ്റ്സ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ സ്നേക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാൻഡേജ് ഷുഡ് ബി യൂസ്ഡ് ടൈറ്റ്ലി എബോ ആൻഡ് ബിലോ ദ ഇഞ്ചുറി. ഇപ്പൊ എവിടെയാണോ പാമ്പ് കടിയേറ്റിരിക്കുന്നത് അതിന്റെ എബോ ബിലോ എന്ത് ചെയ്ത് കൊടുക്കുക, ടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ബാൻഡേജ് കെട്ടിവെക്കുക. ബ്ലഡ് ഒരിക്കലും പോയിസൺ ആയിട്ടുള്ള ബ്ലഡ് ഒരിക്കലും മുകളിലോട്ട്
കയറാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. കാരണം ബ്ലഡ് മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെട്ടെന്ന് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലേക്കും പോകും. അതേപോലെ നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്കും ഈ വിഷം എത്താനും അല്ലെങ്കിൽ പോയിസൺ എത്താനും നമുക്ക് എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെയും ഫങ്ഷൻ വരെ സ്റ്റോപ്പ് ആക്കാനുള്ള ചാൻസ്, അതുവഴി നമ്മൾ മരണത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാമ്പ് കടി ഏറ്റതിന് എപ്പോഴും ബിലോവും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മുറുക്കി എന്ത് ചെയ്യാൻ പറഞ്ഞത്, ടൈറ്റ് ആയിട്ട് കെട്ടാം. ചില സമയത്ത് പോയിസൺ ആയിട്ടുള്ള പാമ്പാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിസൺ ആയിട്ടുള്ള പാമ്പ് പോയിസൺ ബോഡിയിലേക്ക് കയറാതിരിക്കാൻ മാക്സിമം നോക്കാം. The injury must be enlarged with clean and sharp edged knife. ഇനിയിപ്പോ നമ്മൾ ആ ഇഞ്ചുറിന്ന് എന്ത് ചെയ്യണം, നല്ല ക്ലീൻ ആയിട്ട് ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് വെച്ച് ദിസ് ഹെൽപ്സ് ദ പോയിസൺ ബ്ലഡ് ടു ഫ്ലോ ഔട്ട്. അവിടെ മുറിച്ചിട്ട് ആ ബ്ലഡ് എന്ത് ചെയ്യാൻ റിമൂവ് ചെയ്യാനായിട്ട് നോക്കാം. അറിയാവുന്നവർ, നല്ല രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിയാവുന്നവർ മാത്രം അത് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാം, ഈ പറഞ്ഞ ഒരു ആക്ടിവിറ്റി. ഇനി എന്നിട്ട് നമ്മുടെ പേഷ്യന്റ് ഷുഡ് നോട്ട് ബി ലെറ്റ് ടു സ്ലീപ്പ്. ആ പേഷ്യന്റ് ഉറക്കാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. കാരണം ആ പേഷ്യന്റ് ഉറങ്ങാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട്. ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറഞ്ഞു, അപ്പുറത്തേക്ക് അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുഖത്ത് എപ്പോഴും വെള്ളം തെളിച്ചു കൊടുക്കുക, ഉറക്കരുത്, മുഖം കഴുകുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് വാങ്ങിക്കാം. ആ പേഷ്യന്റിന് എന്തുണ്ടാവില്ല, ലൈഫിന് വേറെ ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ടൈറ്റ് ആയിട്ട് ബാൻഡേജ് കെട്ടണോണ്ട് സൈഡ് എഫക്ട് ഉണ്ട്, എനിക്കറിയാം സൈഡ് എഫക്ട് ഉണ്ട്. പക്ഷെ ആ ഒരു മുകളിലും താഴെയും ടൈറ്റ് ആയിട്ട് ബാൻഡേജ് എത്തുമ്പോൾ അങ്ങോട്ടും ഉള്ള ബ്ലഡിന്റെ ഫ്ലോ മാത്രമാണ് എന്ത് ചെയ്യണത്, ബ്ലഡിന്റെ ഫ്ലോ മാത്രമാണ് എന്ത് ചെയ്യണത്, സ്റ്റോപ്പ് ആവണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് അവിടെ തളർച്ച സംഭവിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മുറിച്ച് കളയേണ്ടതായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും അയാളുടെ ജീവന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ആലോചിച്ച് നോക്കിയ ഒരാളുടെ, ഒരു വ്യക്തിയുടെ ജീവനാണോ അല്ലെങ്കിൽ ആ ഒരു ബോഡി പാർട്ടാണോ ഇമ്പോർട്ടന്റ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവനാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നത്, രക്ഷപ്പെടുത്തേണ്ടതായിട്ട് വന്നത്. ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്നിനോട് അദ്ദേഹം പ്രതികരിക്കില്ല. മരുന്നിനോട് പ്രതികരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം, ബോധം വേണം. ഓക്കെ, അപ്പൊ സ്നേക് ബീറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലായി, അത്യാവശ്യം ഡൗട്ട് ഉണ്ടാവും അറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. ഹലോ, എല്ലാ പാമ്പുകളും വിഷകാരികളല്ല, എന്നാൽ ചില പാമ്പുകൾക്ക് വിഷമുണ്ട്. അവ കടിച്ച ഉടൻ തന്നെ നമ്മൾ അവരെ കടിച്ച ഉടൻ തന്നെ അവർ ഷോക്കായി പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. പിന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ എന്ന് വെച്ചാല് അവരുടെ മുറിവേറ്റ ഭാഗം വൃത്തിയായി കഴുകണം. വൃത്തിയായി കഴുകിയിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് എല്ലാം വെച്ച് അത് മുറിച്ച് അതിന്റെ ബ്ലഡ് കളയണം. പിന്നീട് അതിനു മുമ്പായിട്ടാണ് ടൈറ്റ് പിന്നെ തുണി വെച്ച് മുറിയുന്ന ഭാഗത്തിന് കടിയേറ്റ ഭാഗത്തിന്റെ ബിലോ ആൻഡ് അബോവ് ടൈറ്റ് ആയിട്ട് കെട്ടണം. പിന്നെ ഈ പേഷ്യന്റ് ഉറങ്ങാൻ സമ്മതിക്കരുത് നമ്മള്. ഹലോ, ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ വേറെ ആരെങ്കിലും. സ്നേക്ക് ബൈറ്റിങ്, അതായത് പാമ്പ് കടിക്കാം. പാമ്പ് കടിച്ചിട്ടുണ്ടെച്ചാൽ എന്താ, എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പുകളല്ല. ഇനി പാമ്പ് വിഷമുള്ളതാണെങ്കിൽ അല്ലെങ്കിലും ആ കടിച്ച സമയത്ത് ആള് പെട്ടെന്ന് ഷോക്കാവും. കടിച്ച പാമ്പ് വിഷമുള്ളതാണോ അല്ലേന്ന് പെട്ടെന്ന് അറിയാൻ പറ്റൂല. പാമ്പ് കടിയേറ്റ് എല്ലാവരും പെട്ടെന്ന് ഷോക്കാവും. അപ്പോൾ വേഗം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന സമയമാണത്. കാരണം ആള് പാനിക്കായി കഴിഞ്ഞാൽ ബോധക്ഷയം വരെ സംഭവിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പം അങ്ങനെ പാമ്പ് കടിച്ച ആൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ പാമ്പ് കടിച്ച ഭാഗത്തിന്റെ മേലായിട്ടും താഴെയായിട്ടും നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. അത് ബ്ലഡ് മേലേക്ക് പോണത് തടയും. മേലേക്ക് പോയാൽ പിന്നെ നമ്മുടെ മറ്റു ഓർഗൻസിലൊക്കെ എന്താ ഫങ്ഷനെ ബാധിക്കും. ഈ വിഷം മറ്റു ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാല്. പിന്നെ എന്താ പറയുന്നത് വെച്ചാല് അത് മുറിവൊന്ന് കഴുകിയിട്ട് ഒരു ഷാർപ്പ് ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ ചെറുതായിട്ട്, അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാമ്പ് കടിനെക്കാട്ടും പിന്നെ ആ മുറിയായിട്ട് ഇനി ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വേറെ പ്രശ്നമാകും. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് കുറച്ച് ആ ബ്ലഡ്, വിഷമുള്ള ബ്ലഡ് ആയ ഭാഗത്ത് കുറച്ച് ബ്ലഡ് ഉണ്ട് കളയുക. പിന്നെ എന്താ
പേഷ്യന്റ് ഉറങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഹോസ്പിറ്റലിൽ എത്തുന്നവരെയും പേഷ്യന്റ് ഉറങ്ങാതെ നമ്മൾ ഉറക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, അതാണ്. അടുത്തത് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. യെസ് മാം, കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോടാ. സ്നേക്ക് ബൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്നേക്സും പോയിസൺ ആയിരിക്കണം എന്നില്ല. കടിക്കുന്ന പാമ്പുകൾ വിഷമെല്ലാം ഉണ്ടാവണം എന്നില്ല. പക്ഷേ ചില അവസ്ഥകളിൽ പാമ്പ് കടിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ ആൾക്കാർ ഷോക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പാനിക്കായിരിക്കുമ്പോൾ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ബാൻഡേജ് ടൈറ്റായിട്ട് നമ്മൾ കടിയേറ്റ ഭാഗം മുകളിലും താഴെയും ടൈറ്റായിട്ട് കെട്ടുക എന്നുള്ളതാണ്. ഇത് മറ്റ് ഓർഗൻസിലേക്ക് ഇഞ്ചുറി പോയിസൺ കടക്കാതിരിക്കാൻ നല്ലതാണ്. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുക. കടിയേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകുക, ക്ലീൻ ചെയ്യുക. പിന്നെ ഇതുപോലെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, കുറച്ച് പഴയ ആൾക്കാരൊക്കെ അറിയുണ്ടാവും കൂടുതൽ. ഈ പോയിസണുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ അവർ ചെറിയൊരു നൈഫോ ഒക്കെ ഷാർപ്പുള്ള എന്തെങ്കിലും കത്തി പോലത്തെ ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തെ ബ്ലഡ് കളയുക. കൂടുതൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. പിന്നെ പേഷ്യൻ്റ് എത്തുന്നത് വരെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബോധം അറിയാതിരിക്കാനായിട്ട് മുഖത്ത് അടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് എത്തുന്നത് വരെ അവിടെ. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്നേക്ക് ബൈറ്റിങ്ങിൽ. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ പറഞ്ഞില്ലേ, പാമ്പ് കടിയേറ്റ ആള് പാമ്പിനെ കണ്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ബൈറ്റ് പോയിസൺസ് ആയിട്ടുള്ള ബൈറ്റ് ആണോ പോയിസൺസ് അല്ലാത്ത ബൈറ്റ് ആണോ എന്ന് നമ്മൾ നോക്കും. അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് വൈകും എന്നുള്ളൂ. നമുക്ക് ഏത് ഇതാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഡോക്ടർമാർക്ക് സംശയിക്കും. അവർ എന്തായാലും കൺഫേം ചെയ്തിട്ട് ഏത് പാമ്പാണോ കടിച്ചതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്യും, ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റിന് അയച്ച് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ആന്റിവെനത്തിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ളത് നമ്മൾ അറിയണത് നല്ലതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാമ്പ് ബീറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഓരോ പാമ്പുകൾക്കും ഓരോ രീതിയിലാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. ഷേപ്പ് അതിന്റെ പല്ലിന്റെ ഒക്കെ ജോയിന്റിന്റെ ഒക്കെ വെച്ചിട്ടാണ് ഏത് പാമ്പാണ് കടിച്ചതെന്ന് അവർ കണ്ടെത്തുന്നത്. പിന്നെ പറയാം, ഞാൻ ന്യൂസ് വായിച്ചാണ് കേട്ടോ. ഒരു കുട്ടിയുടെ ഒന്ന് പറഞ്ഞു, ശരണ്യ പറഞ്ഞു, ഡൗട്ട് എന്താ ശരണ്യ? മാം കേക്കാവോ? പറഞ്ഞോടാ. മാം, നമ്മള് ഇതിനകത്ത് പറഞ്ഞല്ലോ ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അത് ട്രീറ്റ്മെന്റ് നമ്മൾ ആ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, പാമ്പ് കടിയിട്ട് നമ്മുടെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് ബ്ലഡ് നല്ല രീതിയിൽ പമ്പ് ചെയ്യും. അപ്പൊ ഈ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് പെട്ടെന്ന് നമ്മുടെ ബോഡിയുടെ പല പാർട്സിലേക്കും എത്താനുള്ള ഇതുണ്ട്, ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉറങ്ങിയിരുന്നെന്ന് പറയുന്നത്. മാക്സിമം അദ്ദേഹത്തിന് ഉറക്കാണ്ട് എന്നാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഇഞ്ചുറി പറ്റിയ ഭാഗത്ത് ബ്ലഡ് നൈഫ് കൊണ്ട് കളയുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ബ്ലഡ് ലോസ് ഉണ്ടാവൂലേ? അത് പോയിസൺസ് ആയിട്ടുള്ള പാമ്പാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ബ്ലഡ് കളഞ്ഞാൽ മതി. ഞാൻ കാണിച്ചിട്ടില്ലേ, ബീറ്റ് കണ്ടല്ലോ. അപ്പൊ പോയിസണസ് ആയിട്ടുള്ള ആണെങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആള് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പാമ്പുകളുടെ ഏത് സമയത്ത് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റോ എങ്ങാനും നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. നമ്മളാണെങ്കിൽ ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ, അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഷ്യന്റിനെയും കൊണ്ട് മാക്സിമം ഈ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനേ നോക്കുള്ളൂ. ഞാൻ ബ്ലഡ് കളയാനായിട്ട് ഞാൻ നിൽക്കൂല. കാരണം ഇങ്ങനെ നമുക്ക് കളയുന്ന സമയത്ത് എങ്ങാനും നമ്മുടെ ബ്ലഡിൽ ഏതെങ്കിലും വെയിന് കട്ടാവാനുള്ള ചാൻസും ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് ചെയ്യാൻ നിൽക്കില്ല. ഞാൻ ആ പേഷ്യന്റിനെ കൊണ്ട് എത്തിക്കാനേ നോക്കുള്ളൂ. പക്ഷെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റന്റ് ഒക്കെയാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ചുമതലയിലുള്ളതെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ചില ബ്ലഡ് എങ്ങനെയാണ് ഈ വെയിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് എന്താണ് നല്ല അറിവുണ്ടാവും. അവരായിരിക്കും ഇക്കാര്യം ചെയ്യുന്നത്. ഇനി ശരണ്യയുടെ ഡൗട്ട് ക്ലിയർ ആയോ? താങ്ക് യു, ക്ലിയർ ആട്ടോ. പിന്നെ ഡോണ്ട് അലൗ ദം ടു വോക്ക് ആൻഡ് റൺ. അവർ ഓടാനും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ നടത്താനും നോക്കണ്ട. മാക്സിമം അവരെ എന്ത് ചെയ്യാം, എടുത്തുകൊണ്ട് പോകാനൊന്നും പാടില്ല കേട്ടാ.
പാമ്പ് കടിയേറ്റെന്ന് പറഞ്ഞു. ഒരു ഡൗട്ടും കൂടെ, ഈ കടിയേറ്റ വ്യക്തിനെ ഇരുത്തിയാണോ കൊണ്ടുപോകേണ്ടത് അതോ കിടത്തിയാണോ, എങ്ങനെയാ ഒരു പൊസിഷൻ? കിടത്തി കൊണ്ടുപോകരുത്, ഒരു കാരണവശാലും കിടത്തി കൊണ്ടുപോകരുത്. നമ്മൾ എന്താ ഉറങ്ങിയെടുക്കുന്നത് പറയണത്, കിടത്തി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൂടുതൽ പെട്ടെന്ന് പമ്പാവും. അങ്ങനെ കിടത്താൻ പാടില്ല. അതേപോലെ തന്നെ പാമ്പ് കടിയേറ്റ ഭാഗത്ത് നിന്ന് ബ്ലഡ് മുകളിലോട്ട് കയറാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. എന്ത് ചെയ്യാൻ പാടില്ല, ഇരുത്തി കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ കടിയേറ്റ ഭാഗം താഴ്ത്തി വെച്ചിട്ട് വേണം ആ വ്യക്തിനെ എന്ത് ചെയ്യാനായിട്ട്, കൊണ്ടുപോകാനായിട്ട്. എവിടെയാണോ കടിയേറ്റത് ആ ഭാഗം താഴ്ത്തി വെച്ചിട്ട് വേണം ആ പേഷ്യന്റിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകാനായിട്ട്, ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇപ്പൊ കാലാണ് കടിയേറ്റെങ്കിൽ കാല് ഇരുത്തി കൊണ്ടുപോകാം. നമുക്ക് കാല് ഇരുത്തി കൊണ്ടുപോകാം. ബ്ലഡ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് മുകളിലോട്ട് കയറില്ല, പോയിസൺസ് ആയിട്ടുള്ള ബ്ലഡ് മുകളിലോട്ട് കയറുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇരുത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും കടത്തി കൊണ്ടുപോകാനായിട്ട് പാടില്ല. കേട്ടല്ല? ഓക്കെ ഓക്കെ. ഇനി അൻസി അല്ലേ, എന്താ ഡൗട്ട്? ഓക്കെ മാം. അതെ, ഇപ്പൊ നമ്മ പറയുന്നില്ല, ഇപ്പൊ നമ്മ മുറിവ് വരുത്തത് അതിൽ നിന്ന് പോയിസൺ വരാൻ ചാൻസ് ഉണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. സ്നേക്ക് കടിച്ച ഭാഗത്ത് നമ്മ വീണ്ടും മുറിവ് ഉണ്ടാക്കുമ്പോ അവിടുന്ന് പോയിസൺ ബ്ലഡ് ലോസ് ആവും. ഇപ്പൊ നമ്മളെ ഇപ്പൊ പാമ്പ് ഇവിടെയാണ് കടിച്ചെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ഏറ്റവും വെയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വെയിൻ പാസ് ചെയ്യണമെങ്കിൽ ഈ അറിയാത്ത ആൾക്കാർ ഈ വിഷം കളയണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പോയിസൺസ് ആയിട്ടുള്ള ബ്ലഡ് കളയണം എന്നുള്ള രീതിയിലാണ് വല്ല മുറിവ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് കളയുമ്പോ അറിയാണ്ട് നേരം മുമ്പ് എങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് അല്ല, നമ്മുടെ ബോഡിയിൽ കൂടുതൽ ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അറിയാവുന്നവര് മാത്രം ആ കാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യുക, എന്നിട്ട് താഴ്ത്തി വെക്കാൻ നോക്കുക. ബ്ലഡ് മുകളിലോട്ട് കയറാത്ത രീതിയിൽ താഴ്ത്തി വെക്കാൻ നോക്കുക. എന്നിട്ട് ആ പേഷ്യന്റിനെ ഒരിക്കലും കടത്തി കൊണ്ടുപോകാൻ പാടില്ല. കടത്തി കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് മേലേക്കൊക്കെ കയറും, എല്ലാ പാർട്സിലേക്കും പോകാനുള്ള പോയിസൺസ് ആയിട്ടുള്ള ബ്ലഡ് എല്ലായിടത്തേക്കും കയറാനുള്ള ചാൻസ് ഉണ്ട്. വ്യക്തിയെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ കടിച്ച സ്ഥലത്ത് പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നീല കളറിൽ ചേഞ്ച് ആവും, ബോഡിയുടെ കളറ് ചേഞ്ച് ആവും, ഒരു നീല കളറിൽ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നീല കളറിൽ ഈ വിഷമുള്ള ബ്ലഡ് അല്ലെങ്കിൽ പോയിസൺസ് ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ആ ബ്ലഡ് മേലേക്ക് കയറാതിരിക്കുക, നമ്മുടെ ബോഡിയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ എവിടെയാണോ കടിച്ചത് ബാക്കി ബോഡി പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. ഓക്കെ ആണോ? അടുത്ത ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ മാം, താങ്ക്സ്. മാം, എന്റെ അനിയന്റെ കൊച്ചിനെ പാമ്പ് കടിച്ചതാ. എങ്ങനെയാ? കഴിഞ്ഞ മാർച്ച് മാസത്തില് കൊച്ചിനെ പാമ്പ് കടിച്ചായിരുന്നു, അണലിപ്പാമ്പാ കടിച്ചത്. അപ്പം കാല് നീര് വെക്കുകയും പിന്നെ നീല നിറമാവുകയും ചെയ്തായിരുന്നു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഒരാഴ്ച ആശുപത്രി കിടക്കേണ്ടി വന്നു. ആന്റിവനമാണ് ചെയ്തത്. ക്രിട്ടിക്കലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആൾക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ കാലിലെ ഈ പിന്നെ നാരകത്തിന്റെ മുള്ളില്ലേ, അത് വെച്ച് ബ്ലഡ് കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിലെ ബ്ലഡിന് പകരം വിഷം തന്നെയാണ് ഇറങ്ങി വരുന്നത്. ഈ കൊമ്മള കുത്തി വരും. എന്നിട്ട് അതിലെ തന്നെ ബ്ലഡ് അത് പൊട്ടിച്ചു വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടെ. പാമ്പ് കടിയേറ്റ് ഇല്ല, ഒരു ഏകദേശം ഒരു 1.5-2 വർഷം മുന്നേ ഒരു സ്കൂളിൽ ഇങ്ങനെ പാമ്പ് കടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചതായിട്ട് എല്ലാരും ന്യൂസ് കേട്ടത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ട്. സമയത്ത് ആ കുട്ടി പറഞ്ഞിരുന്നു അത്ര ടീച്ചർ അടുത്ത്, പാമ്പ് കടിച്ചു, എന്നെ പാമ്പ് കടിച്ചു. അപ്പൊ ആ ടീച്ചർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ കൊച്ചിന്റെ നിലക്കെട്ടിലാവണത് ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിന് ഒരു പക്ഷെ ആ കുട്ടി പറഞ്ഞ സമയത്ത് ഒരു നല്ല ടീച്ചർ ആണെങ്കിൽ ടീച്ചറെ ശ്രദ്ധിച്ചിരുന്നു വെച്ചാൽ ചിലപ്പോ ഒന്നും ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ പറയുന്ന ഒരു നിസ്സാര കാര്യം പോലും പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇവിടെ മുറിവ് സംഭവിച്ചു എന്നൊക്കെ സംഭവിക്കുമ്പോ മാക്സിമം നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അവരൊന്ന് നോക്കാനും അവരോട് കുറച്ച് സമയം നോക്കി കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്താണ്. ആ കുട്ടിയുടെ ജീവനാണ് അതുവഴി നഷ്ടപ്പെട്ടാലെങ്കിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ. ഇതേപോലെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാല് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ 5-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന ടൈമില് എന്റെ അനിയത്തിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ്. അവനവന്റെ ചേട്ടനും കൂടി കളിയൊക്കെ കഴിഞ്ഞ് പാടത്തേക്ക് കൂടി ഞാൻ നടന്നു വരായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തോ ഒരു പാമ്പല്ല, എന്തോ കാലുമേ കൂടെ ഇഴഞ്ഞു അല്ലെ കടിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇരുട്ടാവണ സമയത്തായിരുന്നു, ഒരു 6-6:30 ആവണ സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഇവൻ എന്ത് ചെയ്തു, ഇതും കാല് വെച്ചിട്ട് നടന്ന് വീട്ടിൽ ചെന്നു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല, കാരണം എന്താണ്, അവർക്ക് പേടിയാണ്.
ഇനി കളിക്കാൻ വിടൂലേ എന്നുള്ള പേടി കൊണ്ട് ഇവൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇവന്റെ അവിടെ രോമത്തിൽ നിന്നൊക്കെ ബ്ലഡ് ഒക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ചേട്ടൻ പറഞ്ഞു അവന് പാമ്പ് കടിച്ചതാണെന്ന് തോന്നണം, ഞങ്ങളിങ്ങനെ പറമ്പിൽ കൂടെ വന്നപ്പോ അവൻ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. പാമ്പാണെന്ന് പറഞ്ഞില്ല, എന്തോ കടിച്ചു എന്ന് പറഞ്ഞാൽ അവര് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ട് പാമ്പ് കടിച്ചിരുന്നത്. അതേ സമയത്ത് തന്നെ ഈ രോമത്തിൽ കൂടെ ഒക്കെ എന്താണ് ചെറുതായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ് രക്തണൽ എന്ന് പറയുന്ന ഒരു പാമ്പാണ് കടിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഇവന് ട്രീറ്റ്മെന്റ് കൊടുത്തു. ട്രീറ്റ്മെന്റ് അത്രയും വൈകി, കാരണം കടിയേറ്റത് 6:30ക്കും ഇവരെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് 8:30 ആ ടൈമിലാണ് കൊണ്ടുപോയത്. അപ്പൊ കുറച്ച് ആ ഡിലേ സംഭവിച്ചു. ഇവർക്ക് ശരിക്കും കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു പാമ്പ് കടിച്ചതാണോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്. പാർട്ടി കൂടെ നടന്നുപോയപ്പോ അവർ കണ്ടില്ല, പാമ്പിനെ കണ്ടില്ല. അങ്ങനെ അത് ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് ക്ലാസ്സിലൊക്കെ ചെന്നപ്പോ പറഞ്ഞു, കുട്ടിക്ക് പാമ്പ് കടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും പാർട്ടി കൂടി, ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ പാടമാണ്, അപ്പൊ അതിൽ കൂടെ നടന്ന് പോകരുത്, റോഡുണ്ട് സൈഡിൽ കൂടെ, റോഡിൽ കൂടെ തന്നെ മാക്സിമം പോകണമെന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ന്യൂസ് ഇങ്ങനെ എല്ലാരും പറഞ്ഞു കൊടുക്കാൻ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം മരിച്ചെന്ന് പറയുന്നത് അവന്റെ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ എന്താ പറയാ, എനിക്ക് വെള്ളം താഴ്ക്കണം അച്ഛാ, എനിക്ക് വെള്ളം വേണം, കരിക്കും വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് അച്ഛൻ പറഞ്ഞ് കരയാണ്. ഞങ്ങളിപ്പോ ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട്, ബോഡി കാണിക്കാൻ കൊണ്ടുപോയപ്പോ അവന്റെ അച്ഛനെ ഇങ്ങനെ കരയാ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ആ സമയത്ത് അവർക്ക് എന്താണ് ആ പാമ്പെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഇത് ഈ കുട്ടി മരണപ്പെടില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പാമ്പ് കടി ഏറ്റ സമയത്ത് തന്നെ അവിടെ നിറച്ചും ആൾക്കാരുണ്ട്, ഒരു എന്താ പറയാ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പാഠം കഴിഞ്ഞിട്ട് വന്നത്. അപ്പൊ അവിടെ ആരെങ്കിലും പറഞ്ഞാലും മതിയായിരുന്നു, അവർക്ക് മുതിർന്നവരോട് ആരെങ്കിലും പറഞ്ഞ പാമ്പ് ഏത് പാമ്പാണെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏതാ പാമ്പെന്ന് കണ്ടുപിടിക്കാനും ഈ ക്വസ്റ്റിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ആയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ എന്താ പറയാ അവൻ മരിച്ചുപോയി. ആ സമയത്തൊക്കെ എന്താ പറയാ നമുക്ക് ഒരുപാട് തുണിയൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നത്, കാരണം അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ആവണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പാമ്പുകളെ നല്ല പേടിയാണ്. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളോട് പറയാം, കുറ്റിക്കാട് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മാക്സിമം നിങ്ങൾ പോവാതിരിക്കാം. ഇനി അങ്ങനെ കളിക്കുമ്പോ ബോൾ എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ആദ്യം തന്നെ വടിയൊക്കെ എടുത്തിങ്ങനെ അടിച്ചൊക്കെ നോക്കുക, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ചാടും. ചാടിയതിനു ശേഷം എന്ത് ചെയ്യുക, പോയി ബോൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ബോൾ എടുക്കാൻ പോകുമ്പോ നമ്മൾ കൈയിടുന്ന സമയത്തായിരിക്കും അവിടെ ആ പാമ്പിന്റെ വിചാരിക്കുക പാമ്പിനെ ഉപദ്രവിക്കാൻ ചെന്നതെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, ബീറ്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ മാക്സിമം നമുക്ക് അവയർനെസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തോ കടിച്ചു എന്ന് പറയുമ്പോ അതൊന്ന് എടുത്ത് നോക്കാനായിട്ട് ടൈം കൊടുക്കാം. നമ്മുടെ മക്കളാണ് അവർക്ക് എന്താ പറ്റിയെന്നുള്ളത് നമ്മൾ മാക്സിമം നോക്കുക. എന്നിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇനിയിപ്പോ പാമ്പ് കടിയാണ് ഏറ്റെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ആക്കുപേഷ്യൻ കൊണ്ട് എവിടെയാണോ ഹാൻഡ്വനം കിട്ടുക അവിടേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് നോക്കാം. ഓക്കെ മാം, ഞങ്ങളെ വീടിന്റെ അടുത്ത് കുട്ടീനെ ഇതേപോലെ പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു. അത് പാമ്പാണോ പൂച്ചയാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. കാരണം ഈ പൂച്ച പാമ്പിനെ തട്ടി ഇങ്ങനെ കൊണ്ട് പോവായിരുന്നു. അപ്പൊ ഈ കുട്ടി ചവിട്ടുമെന്ന് താഴോട്ട് ഇറങ്ങിയപ്പോ കാലിൽ ഇങ്ങനെ ഒരു മാന്തല് പോലെ ഇങ്ങനെ കൊണ്ടു. അപ്പൊ കുട്ടി പറഞ്ഞത് പൂച്ച മാന്തി എന്നാണ് പറഞ്ഞത്. അങ്ങനെ വേഗം എന്റെ ഹസ്ബൻഡ് ഇതിലെ ഫോട്ടോ എടുത്തിട്ട് വാവാ സുരേഷിന്റെ നമ്പർ ഉണ്ടായിരുന്നു, ആളുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്തു, പിക്ക് എടുത്തിട്ട് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞത് പാമ്പാണ്, അണലിയാണ് കടിച്ചേക്കണേന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത് തന്നെ നോക്കുക, പാമ്പ് പോവാൻ ടൈം ആയിട്ടില്ല, അപ്പൊ നിങ്ങൾ അടുത്ത് തന്നെ നോക്കുക, അവിടെ എവിടെയെങ്കിലും അണലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി പോവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കുട്ടിയെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. എന്നിട്ട് പാമ്പ് അവിടെ ഉണ്ടോ എന്ന് നോക്കാനും പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഒന്നില്ലെങ്കിൽ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ തൃശ്ശൂർ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവര് ജസ്റ്റ് നോക്കുമ്പോ ഒക്കെ കുറെ നോക്കിയതിനു ശേഷം തൊട്ടടുത്ത് തന്നെ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. പാമ്പിനെ പിടിച്ച് അവര് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ കുട്ടിയെ കടിച്ചത് അണലി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിക്കാണെങ്കിൽ പേടി അധികം ഉണ്ടായിരുന്നില്ല, കാരണം പൂച്ച മാന്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ഇരുന്നിരുന്നത്. ചിരിച്ചൊക്കെയാണ് ആൾ ഇരുന്നിരുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജൂബിലിയിലോ എറണാകുളത്തോ എത്തിച്ച ആള് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് ഉഷാറായി. പിന്നെ ഇതേപോലെ ആന്റിബയോട്ടിക് കൊടുത്തു, കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വിടുകയും ചെയ്തു. അപ്പൊ നമ്മ എന്താണെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാം, ഏത് പാമ്പാന്ന് ഐഡന്റിഫൈ ചെയ്യാം. മാക്സിമം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വൈകരുത്. പേഷ്യന്റ് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വൈകരുത്. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയാം പാമ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന് അതവിടെ തന്നെ ഉണ്ടാവും.
അതിനൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാമ്പ് കടിയേക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പുതിയ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം കേട്ടോ. ഒലിവർ നയന അല്ലെ? നയനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഇതേപോലെ തന്നെ എന്റെ പപ്പയുടെ ചേട്ടന് പാമ്പ് കടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്, അണലി. അത് പാമ്പിനെ പിടിച്ചപ്പോ തിരിഞ്ഞു കൊത്തിയതാ. അതേപോലെ തന്നെ ഇത് എന്താ പറയാ, പാമ്പിനെയൊക്കെ പിടിക്കാനൊക്കെ നോക്കണത് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാര് ഈ എന്താ പറയാ വെറുതെ റോൾ ഇറക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിട്ട് പിടിക്കാനൊക്കെ ചെയ്യും. പാമ്പ് കടിയേക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വാവാ സുരേഷ്. അദ്ദേഹത്തിന് എത്ര പ്രാവശ്യം പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ മാക്സിമം ഇതിനോട് അടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് മുൻകരുതലുകൾ നോക്കാം. അതേപോലെ തന്നെ വിഷമുള്ള പാമ്പാണെന്ന് ഉറപ്പിച്ച് കിട്ടുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫോറസ്റ്റിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വിളിക്കുക, അവര് വന്ന് പിടിച്ചുകൊണ്ട് പൊക്കോളും. ഓക്കെ. പക്ഷെ പാമ്പ് കടിച്ചപ്പോ അതിന്റെ മേളിലും താഴത്തും കെട്ടിയിരുന്നു. പക്ഷെ വെള്ളം കുടിച്ച് കെട്ടഴിച്ചപ്പോഴേക്കും ആകെ ബോഡിയിലോട്ട് ആയി, അങ്ങനെ മരിച്ചത്. വിഷം മനസ്സിലായില്ലോ, ഒന്നുകൂടി പറയോ? പാമ്പ് കടിച്ചെടുത്ത മുറിയില്ലേ, അതിന്റെ താഴത്തും മേളിലും അവര് കെട്ടി വെച്ചിരുന്നു. പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ആ കെട്ടഴിച്ചപ്പോ അത് മുഴുവനും മേത്തോട്ട് പടർന്നു, അങ്ങനെ മരിച്ചു പോയത്. മാക്സിമം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ആ താഴത്തിൽ തന്നെ വെക്കുക, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. വെള്ളം എന്ത് ചോദിച്ചാലും ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട, വേഗം കൊണ്ടുപോവാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആന്റിബയോട്ടിക്കിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാം. പാമ്പിനെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏത് പാമ്പാന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിന്റെ റിസൾട്ട് വരെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ചെറിയ പീരീഡ്. ആ ഒരു പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ നമ്മളെ പാമ്പ് കടിയേറ്റ ആ ഒരു മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വളരെ വിലപ്പെട്ടതാണ്. ആ ഒരു പേഷ്യന്റിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അത് കൂടുതലായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും. നോക്കാം, ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രിപ്പയർ ആണോ ഫസ്റ്റ് എയ്ഡിന്റെ ബോക്സ്? യെസ് മാം. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിട്ട് എല്ലാവരും ആ ഫസ്റ്റ് എയ്ഡിന്റെ ബോക്സ് ഒന്ന് കാണിക്കുക കേട്ടാ. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. തൽക്കാലത്തേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ ഓക്കെ, മാം കാണിക്കട്ടെ എന്തൊക്കെയാ ഉള്ളത്? ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് കാണിച്ചു ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ആരും ചെയ്തിട്ടില്ലേ? ഇത് ഓരോരുത്തരായിട്ട് കാണിക്കും. മാം ഞാൻ കാണിക്കട്ടെ മാം? ഒരാൾ കാണിച്ചു കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്തോ. മാം ഇത് കോട്ടൺ ആണ്. ഞാൻ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അതൊന്ന് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടൺ. പിന്നെ തെർമോമീറ്റർ ഉണ്ട്. എങ്ങാനും പനിയുണ്ടോ ചൂടുണ്ടോ അത് എത്ര ടെമ്പറേച്ചർ ഉണ്ട് അറിയാൻ വേണ്ടി. പിന്നെ അത് ഇനി എങ്ങാനും 99-നെക്കാട്ടും കൂടുതൽ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ സിറപ്പ് ഉണ്ട് കൊടുക്കാൻ. പിന്നെ എങ്ങാനും പെയിൻ എന്തെങ്കിലും പറയുന്നുണ്ട്, ചെറിയ തലവേദന വല്ലതും ഉണ്ടെങ്കിൽ അമർത്താഞ്ചൻ ഉണ്ട്. പിന്നെ പറയുന്ന പോലെ മുറിവ് വല്ലതും പറ്റിയാൽ അതൊന്ന് കഴുകാൻ ഡെറ്റോള്. പിന്നെ മുറിവ് കെട്ടാൻ കോട്ടൺ വെച്ച് കെട്ടാൻ ടേപ്പ്. പിന്നെ മുറിക്കാൻ കത്രികയുണ്ട്. പിന്നെ എങ്ങാനും ചൊറിച്ചില് വല്ലതും ഉണ്ടെങ്കിൽ ഗ്ലിസറീന് ഒന്ന് പരട്ടി കൊടുക്കാൻ. പിന്നെ മാം സോൾട്ട് ഉണ്ട്, ഉപ്പ്. എങ്ങാനും പൊള്ളൽ വല്ലതും ഉണ്ടെങ്കിൽ നമ്മള് ഒന്ന് വെള്ളത്തിൽ നനച്ച് ഉപ്പ് ഒന്ന് പരട്ടി കൊടുക്കാൻ ഉപ്പും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 10 ഐറ്റംസ്. മാം ഇത് നമ്മളെ മുറിവ് സംഭവിക്കുമ്പോൾ കെട്ടാനുള്ളത് ഇത് കോട്ടൺ, ഇത് നമ്മളെ കോട്ടൺ ആണ്. പിന്നെ പാരസെറ്റമോൾ ടാബ്ലറ്റ്,
പിന്നെ നമുക്ക് മുറിവ് സംഭവിക്കുമ്പോൾ ഇടേണ്ട ഓയിൽമെന്റ്, പിന്നെ വിക്സ്, ഓക്കെ, പിന്നെ കത്രിക, പിന്നെ തെർമോമീറ്റർ, പിന്നെ സേഫ്റ്റി പിന്ന്, ഡെറ്റോള്, പിന്നെ നമ്മൾ മുറിവ് സംഭവിക്കുമ്പോൾ ഒട്ടിക്കുന്ന ടേപ്പ്, ടേപ്പ്. ഇത്രയാണുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ രണ്ടുപേരും ഫസ്റ്റ് എയ്ഡ് നല്ലതാണ്. അപ്പൊ ബാക്കി ടൈം കഴിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മൾ ടൈം കഴിയാറായി. അധികം ആൾക്കാർക്ക് ഞാൻ ഫസ്റ്റ് എയ്ഡിനെ ബോക്സിന് കാണിക്കാനും പറ്റിയിട്ടില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ പോർഷൻ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഓരോരുത്തരുടെ ഫസ്റ്റ് എയ്ഡും അതേപോലെ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈം തന്നേക്കും കേട്ടോ. ഓക്കെ മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. പിന്നെ മാം അന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുന്നതാണേ. എന്താണ്? ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുക. അപ്പൊ 8 വർഷമായി ഞാൻ നടത്തുന്നേ. അപ്പൊ ഇതുവരെയും പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടില്ല. മാം ഇപ്പൊ ക്ലാസ് എടുത്തെന്ന് നോക്കുമ്പോ എനിക്ക് വലിയൊരു അറിവാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ട്യൂഷൻ സെന്ററിൽ അത് കൊണ്ടുപോയി വെക്കണം. വീട്ടിലല്ലാണ്ട് ഒരു മേശയിൽ എല്ലാ സാധനവും ഉണ്ട്. എന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്റെ ട്യൂഷൻ സെന്ററിൽ അതില്ല. അപ്പൊ മാമിന്റെ ക്ലാസ് കിട്ടിയാലോ എനിക്ക് നല്ലൊരു അറിവാ കിട്ടിയത്. എന്റെ ട്യൂഷൻ എടുക്കാൻ വരുന്നിടത്തിൽ കുറെ BEd കഴിഞ്ഞാലും TTC കഴിഞ്ഞ ആൾക്കാരും പിന്നെ റിട്ടയർഡ് മാസ്റ്റർ ഉണ്ട്. പക്ഷെ ആരും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണം എന്നുള്ള കാര്യം. പക്ഷെ ഇതൊരു നല്ലൊരു അറിവാണ്. എല്ലാ സൗകര്യവും വീട്ടിലെല്ലാ കാര്യവും. അതൊരു വീട്ടിലെ ഒരു മേശയില് ഒരു ഡോർ തുറന്നാല് ഞാൻ കാണിച്ചു തരാം. ഈ മേശയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അമ്മയുടെ മരുന്ന് മുതൽ ഞാൻ എന്താ ഇന്നത്തെ എനിക്ക് ക്ലാസ് മനസ്സിലായി. എന്താ സംഭവം എന്ന് പറയാം, ഞാൻ പുറത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഈ ക്ലാസ്സിൽ ഞാൻ ചേർന്നത്. ഇപ്പൊ 2 ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തോളൂ ആകെ. പിന്നെ ഞാൻ വയനാടാണ് വീട്. അപ്പൊ എന്റെ നെറ്റ് എല്ലാം ഈ ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഓക്കെ ആയത്. അപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മളൊരു ക്ലാസ് കഴിയുമ്പോൾ റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ ലിങ്കിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് നോക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഇല്ല മാം, അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്താൽ മതിയാവൂലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. ഒരു കാര്യമില്ല, എന്റെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ ഇനി ട്യൂഷൻ സെന്ററിലാണ് വെക്കണം. ഓക്കെ. വീട്ടിലല്ലാണ്ട് ഒരു മേശയിലെല്ലാം ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ ട്യൂഷൻ സെന്ററിൽ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു കാര്യമാണ്. ക്ലാസ് കിട്ടിയവരെ എനിക്കായി ഒരു അറിവുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ പുതിയതായിട്ട് വന്ന കുട്ടിയോട് ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ പറയൂ ടീച്ചർ. ഓക്കെ. നിങ്ങളത് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ലിങ്ക് എന്താണെന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈകിട്ട് ചെയ്യണം. ബാക്കി എല്ലാ ഡൗട്ടായിട്ടും മറ്റേ ബോധക്ഷയത്തിന്റെ ഇല്ലേ ട്രീറ്റ്മെന്റിന്റെ 3-ാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരാവോ? ഓക്കേടാ, ഒരു മിനിറ്റ്. 3-ാമത്തെ പോയിന്റ്, പേഷ്യന്റിന്റെ പാദങ്ങൾ ഉയർത്തിയിട്ട് എന്ത് ചെയ്യാം, തലയേക്കാളും പാദങ്ങൾ ഉയർത്തി വെക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടത്താണെങ്കിൽ കാല് രണ്ടും മുകളിലോട്ട് ഉയർത്തി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ബാക്കിയുള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടൈം കഴിഞ്ഞു. അപ്പൊ താങ്ക് യു. ബാക്കി അപ്പൊ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മളെല്ലാവരും മാക്സിമം എല്ലാവരുടെയും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണേക്കും കേട്ടോ. താങ്ക് യു മാം.